കഷ്ടപ്പെടുന്നത് എന്തിന്റെ പിന്നിലാണ്? അവരൊക്കെ ആർജിച്ചെടുക്കേണ്ട ഒരുപാട് മൂല്യങ്ങൾ, അവരുടെ അകത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരുപാട് കരുണയുടെ, ഒരുപാട് സ്നേഹത്തിന്റെ മൂല്യവത്തായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതും കൈമാറേണ്ടതും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം കൊടുക്കാനും വാങ്ങാനും പങ്കിടാനുമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഞാൻ എന്റെ ചെറുപ്പകാലം സ്കൂളിൽ പഠിക്കുന്ന 3ാം ക്ലാസ്സിലെ എന്റെ പഠന ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട ടീച്ചർ സീതാലക്ഷ്മി എന്ന വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപികയായിരുന്നു. ആ അധ്യാപിക ഞങ്ങൾ വളരെയേറെ പാഠപുസ്തകങ്ങളിലെ അറിവ് മാത്രമല്ല, വർത്തമാനകാലത്ത് നമുക്കുണ്ടാവേണ്ട ഒരുപാട് സുന്ദരമായ ആശയങ്ങൾ, വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകാപരമായി ജീവിക്കാനുള്ള ഒരുപാട് സന്ദേശങ്ങൾ പ്രവൃത്തിപഥത്തിലൂടെ കാണിച്ചു തന്നു എന്റെ പ്രിയപ്പെട്ട ടീച്ചറമ്മ. എന്തായിരുന്നു അറിയോ? ഈ ദാരിദ്ര്യം വളരെയേറെ കൊടുമ്പിരിക്കൊള്ളുന്ന സമയം, ഉടുക്കാനും ഉണ്ണാനും വേണ്ടതുപോലെ കിട്ടാത്ത സമയം, സ്കൂളിലേക്ക് കീറിപ്പറിഞ്ഞ പുസ്തകങ്ങളും പഴകി ധരിച്ചുപോയ വസ്ത്രവും അണിഞ്ഞു ചെന്ന എന്നെ അത് കണ്ട് മനസ്സരിഞ്ഞ പ്രിയപ്പെട്ട ടീച്ചർ വൈകുന്നേര സമയത്ത് സ്കൂൾ വിട്ടപ്പോ എന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി വീട്ടിൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണം തന്ന് എന്നെ ആഹരിപ്പിക്കുകയും നല്ല ഒരു വസ്ത്രം, ഒരു ജോഡി വസ്ത്രം തന്ന് സന്തോഷത്തോടെ എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോ ടീച്ചർ പഠിപ്പിച്ചു തന്ന പുസ്തകങ്ങളിലെ പാഠങ്ങൾക്കപ്പുറത്ത് ഞാൻ മനസ്സിലാക്കിയ എന്റെ പ്രിയപ്പെട്ട ടീച്ചറിൽ നിന്ന് വളരെ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു സന്ദേശമാണ് ഇല്ലായ്മയിൽ ചേർത്ത് പിടിക്കലിന്റെ സന്ദേശം, അശരണരായ ആളുകളെ കൈപിടിക്കേണ്ടതിന്റെ സന്ദേശം. ഈ സുന്ദരമായ സന്ദേശം പരസ്പരം കൈമാറാനും സഹായിക്കാനും ഊട്ടാനും ഉടുപ്പിക്കാനും ഏത് കാരുണ്യത്തിന്റെ മേഖലകളിൽ പ്രവർത്തിക്കാനും ഒരു മതത്തിന്റെ മതിൽക്കെട്ടുകളും ഒരിക്കലും തടസ്സമല്ല എന്ന് നാം ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സുന്ദരമായ കലാ ദൃശ്യങ്ങൾ കാണാൻ വളരെ അക്ഷമയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ സുദീർഘമായ പ്രഭാഷണം നടത്തുന്നത് അവസരോചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവസാനം ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. സുന്ദരമായ എല്ലാ ആശയങ്ങളും ആദർശങ്ങളും സുന്ദരമായ രൂപത്തിൽ ജീവിച്ച് ഒരു വലിയ പുണ്യമായ, നമുക്കൊക്കെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രം കുറിച്ച മഹത്വങ്ങൾ ജീവിച്ച ഭൂമിയാണ് ഈ ഭൂമി. നമ്മുടെ തുച്ഛമായ കാലത്തെ ജീവിതം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും കൊണ്ടും കൊടുത്തും എല്ലാ നിലക്കും സഹകരിച്ചുകൊണ്ട് ആ സഹകരണത്തോടൊപ്പം തന്നെ അതാത്